എയർ ഇന്ത്യ എക്സ്പ്രസ് പ്രതിസന്ധി പരിഹരിക്കാൻ സെൻട്രൽ ലേബർ കമ്മീഷൻ വിളിച്ച യോഗം 2 മണിക്കൂർ പിന്നിട്ടു. പുറത്താക്കിയവരെ തിരിച്ചെടുക്കണമെന്ന നിലപാടിലാണ് ജീവനക്കാരുടെ പ്രതിനിധികൾ. വിഷയത്തിൽ കേന്ദ്ര വ്യോമയാന മന്ത്രാലയവും തൊഴിൽ മന്ത്രാലയവും ഇടപെട്ടിട്ടുണ്ട്. ബൽറാം അടുങ്ങാടി നൽകും ഡൽഹിയിൽ നിന്നും കൂടുതൽ വിവരങ്ങൾ. ബൽറാം, നിലവിലെ ചർച്ച അത് ഏത് രീതിയിൽ തുടരുകയാണ്? ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, കൂടുതൽ ജീവനക്കാർക്കെതിരെ നടപടിക്ക് എയർ ഇന്ത്യ എക്സ്പ്രസ് ഒരുങ്ങുന്നു എന്നുള്ള വാർത്ത കൂടി പുറത്തു വരുന്നുണ്ട്. എന്താണ് ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ? പ്രജിൻ, എയർ ഇന്ത്യ എക്സ്പ്രസ് പ്രതിസന്ധി പരിഹരിക്കുന്നതിനായി സെൻട്രൽ ലേബർ കമ്മീഷൻ വിളിച്ച യോഗം 2 മണിക്കൂർ പിന്നിട്ട ശേഷം പിന്നീട് ഏതാണ്ട് 10 മിനിറ്റോളം കൂടിയാലോചനകൾക്ക് വേണ്ടി, അതായത് കമ്പനിയുടെ പ്രതിനിധികളെയും ഈ ജീവനക്കാരുടെ പ്രതിനിധികൾക്കും കൂടിയാലോചനകൾ നടത്തുന്നതിന് വേണ്ടി 10 മിനിറ്റ് പിരിഞ്ഞു. വീണ്ടും ഇപ്പോൾ യോഗം ചേർന്നിരിക്കുകയാണ്. ഈ യോഗത്തിൽ ജീവനക്കാരുടെ പ്രതിനിധികൾ പ്രധാനമായും മുന്നോട്ട് വെച്ച ഒരു ആവശ്യം എന്നുള്ളത് ജോലിക്ക് ഹാജരാക്കാത്തതിന്റെ പേരിൽ കമ്പനി പിരിച്ചുവിട്ട 30ഓളം ജീവനക്കാരെ ഉടൻ തന്നെ തിരിച്ചെടുക്കണം എന്നുള്ളതാണ്. എങ്കിൽ മാത്രമേ തുടർ ചർച്ചകൾ കൊണ്ട് അർത്ഥമുള്ളൂ എന്നാണ് നിലപാടാണ് ഈ എയർ ഇന്ത്യ എക്സ്പ്രസ് എംപ്ലോയീസ് യൂണിയൻ എടുത്തിരിക്കുന്ന നിലപാട് എന്നുള്ളത്. അതേസമയം എത്രയും വേഗം തന്നെ സർവീസുകൾ പുനരാരംഭിക്കണമെന്നും ജീവനക്കാർ ജോലിക്കായി പ്രവേശിക്കണം എന്നുമുള്ള നിലപാട് എയർ ഇന്ത്യ എക്സ്പ്രസ് പ്രതിനിധികളും സ്വീകരിച്ചിട്ടുണ്ട്. പ്രശ്നങ്ങൾ ഇന്നുകൊണ്ട് തന്നെ അവസാനിപ്പിക്കണം എന്ന ഒരു നിർദ്ദേശമാണ് കേന്ദ്ര വ്യോമയാന മന്ത്രാലയവും കേന്ദ്ര തൊഴിൽ മന്ത്രാലയവും നൽകിയിരിക്കുന്നത്. സെൻട്രൽ ലേബർ കമ്മീഷനും ഇതുമായി ബന്ധപ്പെട്ടുള്ള നിർദ്ദേശം, ഇതിനാവശ്യമായ ഇടപെടൽ നടത്താൻ ഇരു മന്ത്രാലയങ്ങളും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ചർച്ചകൾ ഇപ്പോഴും തുടരുകയാണ്. കഴിഞ്ഞ ദിവസം മാത്രം 90ഓളം സർവീസുകളും ഇന്ന് ഇതുവരെ 85 സർവീസുകളും ജീവനക്കാരുടെ പണിമുടക്കിനെ തുടർന്ന് തടസ്സപ്പെട്ടു എന്നാണ് കമ്പനി ഈ യോഗത്തിൽ അറിയിച്ചിരിക്കുന്നത്. എന്നാൽ ജീവനക്കാർ മുന്നോട്ട് വെച്ച ന്യായമായ ആവശ്യത്തിൽ കമ്പനിയുടെ ഭാഗത്തു നിന്നും അനുഭാവപൂർവമായ ഒരു സമീപനവും ഉണ്ടായില്ല എന്നും അതുകൊണ്ട് തന്നെ അത്തരത്തിൽ ഒരു സമര പരിപാടിയിലേക്ക് പോകാൻ നിർബന്ധിതരാകുകയായിരുന്നു എന്നുമാണ് കമ്പനി ഉദ്യോഗസ്ഥരെ ജീവനക്കാരുടെ പ്രതിനിധികൾ അറിയിച്ചിരിക്കുന്നത്. പ്രശ്നങ്ങൾ എത്രയും വേഗം പരിഹരിക്കാനുള്ള ഇടപെടൽ, അതാണ് ഇന്നത്തെ യോഗത്തിൽ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ ചർച്ചകൾ നീണ്ടുപോകും എന്നാണ് നിലവിൽ ലഭ്യമാകുന്ന സൂചന. ശരി, ബൽറാം നെടുങ്ങാടിയാണ് വിശദാംശങ്ങൾ